KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മർക്കസും മുക്കം KMCT മെഡിക്കൽ കോളേജും യുനാനി മെഡിക്കൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹൃദയ ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് നാളെ. SSF സംസ്ഥാന സാഹിത്യോത്സവിനെ വരവേൽക്കാൻ കുന്നമംഗലം ഡിവിഷൻ ഒരുങ്ങി. സർഗവസന്തങ്ങൾ തീർത്ത് ജില്ലാ സാഹിത്യോത്സവങ്ങൾക്ക് സമാപനം. സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് സമൂഹം കരുത്താർജിക്കണം, കുമ്പോൾ തങ്ങൾ. കടൽക്കൊലക്കേസിൽ ഇന്ത്യക്ക് തിരിച്ചടി, കേസിന്റെ ഇന്ത്യയിലെ വിചാരണ നിർത്തിവെക്കണമെന്ന് UN. ഹജ്ജ് നിർവഹിക്കാനെത്തിയ ഇന്ത്യൻ തീർത്ഥാടകരുടെ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്ര ഇന്ന് ആരംഭിക്കും. രൂപയുടെ വിലയിടിവ് ആഘോഷമാക്കി പ്രവാസികൾ. തലസ്ഥാന നഗരിയിൽ 2.5 കോടി രൂപ വിലയുള്ള ലംബോർഗിനി കാർ കത്തിനശിച്ചു. റിസർവ് ബാങ്കിലേക്ക് കറൻസിയുമായി പോയ കണ്ടെയ്നർ കുളത്തിലേക്ക് മറിഞ്ഞു. വാർത്തകൾ വിശദമായി. കടൽ കൊലക്കേസിൽ ഇന്ത്യക്ക് തിരിച്ചടി, കേസിന്റെ ഇന്ത്യയിലെ വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്ന് UN സമുദ്ര നിയമ ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. ഇറ്റലിക്കും ഇന്ത്യക്കും വിധി ബാധകമാണ്. സെപ്റ്റംബർ 24 മുമ്പ് ഇറ്റലിയും ഇന്ത്യയും കേസ് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കണം. അന്തിമവിധിക്ക് കൂടുതൽ സമയം ആവശ്യമാണെന്നും ട്രൈബ്യൂണൽ അറിയിച്ചു. 5-അംഗ തർക്കപരിഹാര ട്രൈബ്യൂണലാണ് ഇനി കേസ് പരിഗണിക്കുക. ട്രൈബ്യൂണലിന് കേസ് പരിഗണിക്കാൻ അവകാശമില്ലെന്ന വാദം തള്ളി. പുതിയ ഹർജികൾ സമർപ്പിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. സംഭവം നടന്നത് രാജ്യാന്തര സമുദ്രാതിർത്തിയിലാണ് എന്നതാണ് ഇറ്റലിയുടെ പ്രധാന വാദം. പ്രതികളായ മറീനുകളെ കേസ് കഴിയുന്നതുവരെ ഇറ്റലിയിൽ തങ്ങാൻ അനുവദിക്കണമെന്നും ഇന്ത്യയിലെ നിയമ നടപടികൾ നിർത്തിവെക്കണമെന്നും ഇറ്റലി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇറ്റലി രാജ്യത്തെ നിയമവ്യവസ്ഥയെ അവഹേളിച്ചുവെന്നായിരുന്നു ട്രൈബ്യൂണലിന് മുന്നിൽ ഇന്ത്യയുടെ വാദം. ഇന്ത്യയിലെ പ്രാഥമിക നിയമ നടപടികൾ പോലും ഇറ്റലി പൂർത്തിയാക്കിയില്ല. പ്രശ്നത്തിൽ ഇന്ത്യയിൽ തന്നെ പരിഹാരം സാധ്യമാണെന്നും കേസ് പരിഗണിക്കാനുള്ള അർഹത രാജ്യാന്തര ട്രൈബ്യൂണലിന് ഇല്ല എന്നുമായിരുന്നു ഇന്ത്യയുടെ നിലപാട്. 2012 ഫെബ്രുവരി 15-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. അറബിക്കടലിൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോയ 2 മത്സ്യത്തൊഴിലാളികളെ ഇറ്റാലിയൻ നാവികർ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തലസ്ഥാന നഗരിയിൽ 2.5 കോടി രൂപ വിലയുള്ള ലംബോർഗിനി കാർ കത്തിനശിച്ചു. ദക്ഷിണ ഡൽഹിയിലെ ബദർപൂരിൽ ഇന്ന് രാവിലെയാണ് ഇറ്റാലിയൻ ആഡംബര കാറിനെ തീ വിഴുങ്ങിയത്. ഡ്രൈവർ യാതൊരു പരിക്കുകളുമില്ലാതെ രക്ഷപ്പെട്ടു. ബദർപൂരിലെ ഫ്ളൈ ഓവറിന് കീഴിൽ രാവിലെ 9-നായിരുന്നു സംഭവം. കാറിന്റെ പിൻഭാഗത്തു നിന്നും പെട്ടെന്ന് തീയുണ്ടാകുകയായിരുന്നു. തീപിടിക്കാനുള്ള കാരണം വ്യക്തമല്ല. പോലീസ് കാറിൽ വിശദ പരിശോധന നടത്തി. ലംബോർഗിനി ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ഗല്ലാഡോ കാറാണ് കത്തിനശിച്ചത്. 2013-ൽ കാറിന്റെ ഉൽപാദനം കമ്പനി നിർത്തിയിരുന്നു. തിരുവനന്തപുരത്തെ റിസർവ് ബാങ്ക് ശാഖയിലേക്ക് കറൻസി നോട്ടുകളുമായി വന്ന കണ്ടെയ്നർ കുളത്തിലേക്ക് മറിഞ്ഞു. മൈസൂർ റിസർവ് ബാങ്കിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട കണ്ടെയ്നർ ലോറികളിൽ ഒരെണ്ണമാണ് കുളത്തിലേക്ക് മറിഞ്ഞത്. നാഗർകോവിൽ തിരുനെൽവേലി ദേശീയപാതയിലാണ് കഴിഞ്ഞ ദിവസം സംഭവം നടന്നത്. രാത്രി 1 മണിയോടെ കുളത്തിൽ നിന്നും കണ്ടെയ്നർ പുറത്തെടുക്കുകയായിരുന്നു. കണ്ടെയ്നറിലുണ്ടായിരുന്ന കോടിക്കണക്കിന് കറൻസി നോട്ടുകൾ പോലീസ് രഹസ്യമായി മാറ്റി. അർദ്ധസൈനിക വിഭാഗത്തിന്റെ കനത്ത സുരക്ഷയിൽ കണ്ടെയ്നർ കരയ്ക്കു കയറ്റിയ ശേഷം തിരുവനന്തപുരത്ത് നിന്ന് എത്തിച്ച 3 മിനി കണ്ടെയ്നർ ലോറികളിൽ പോലീസ് സംരക്ഷണത്തോടെയാണ് ബാങ്കിലെത്തിച്ചത്. പരിക്കുകളോടെ രക്ഷപ്പെട്ട ഡ്രൈവറെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. UAE വിശേഷങ്ങൾ. യമനിൽ ബന്ദിയാക്കപ്പെട്ട ബ്രിട്ടീഷ് പൌരനെ UAE സേന രക്ഷപ്പെടുത്തിയതായി അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഉപമേധാവിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണിനെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാമറൂണിനെ ടെലിഫോണിൽ വിളിച്ച് ജനറൽ ഷെയ്ഖ് മുഹമ്മദ് UAE സേന നടത്തിയ മഹത്തായ പ്രവൃത്തിയെ അറിയിച്ചത്. അബുദാബി സർവകലാശാല പുതിയ അധ്യയന വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു.
അബുദാബി, അല്ലൈൻ എന്നിവിടങ്ങളിലെ ക്യാമ്പസുകളിലാണ് പുതിയ ലാബുകൾ, ക്ലാസ് മുറികൾ, ഹാളുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുള്ളത്. എമിറേറ്റ്സ് ന്യൂക്ലിയർ എനർജി കോർപ്പറേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുഹമ്മദ് അൽ ഹമ്മാദിയെ ലോക ആണവ നിലയ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഗവേണിംഗ് ബോർഡിലെ പുതിയ അംഗമായി നിയമിച്ചു. അറബികളല്ലാത്തവരെ ഇസ്ലാമിക പാരമ്പര്യം പഠിപ്പിക്കുവാൻ അബുദാബി പോലീസ് പാരമ്പര്യ യാത്ര സംഘടിപ്പിക്കുന്നു. വിദ്യാഭ്യാസ കൌൺസിലിന്റെ സഹായത്തോടെയാണ് ഇത് നടപ്പിൽ വരുത്തുന്നത്. ഇക്കോ സിറ്റി ലോക ഉച്ചകോടി ഒക്ടോബറിൽ അബുദാബിയിൽ നടക്കുന്നു. ഒക്ടോബർ 11 മുതൽ 13 വരെ നടക്കുന്ന ചർച്ചയിൽ 13 മന്ത്രിമാരും വിദ്യാഭ്യാസ വിദഗ്ധരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നതാണ്. യാത്രക്കാരന്റെ ലഗേജിൽ നിന്നും ചോക്ലേറ്റ് ബാറുകൾ മോഷ്ടിച്ച കേസിൽ വിചാരണ തുടങ്ങി. 20ഉം 24ഉം വയസ്സുള്ള നേപ്പാൾ സ്വദേശികൾക്കെതിരെയാണ് ദുബായ് ക്രിമിനൽ കോടതിയിൽ വിചാരണ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോർഫുഖാനിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ റെസ്റ്റോറന്റ് വ്യാപാരിയുടെ മരണം ആത്മഹത്യയാണെന്ന് പോലീസ് റിപ്പോർട്ട്. പട്ടാമ്പി സ്വദേശി ബഷീറാണ് കഴുത്തിലെ ഞരമ്പ് മുറിച്ച് മരിച്ച നിലയിൽ കണ്ടത്. സിസിടിവി ക്യാമറ പരിശോധനയിലൂടെയാണ് വ്യാപാരിയുടെ മരണം ആത്മഹത്യയാണെന്ന് വ്യക്തമാക്കിയത്. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഹജ്ജ് നിർവഹിക്കാനെത്തിയ ഇന്ത്യൻ തീർത്ഥാടകരുടെ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്ര ഇന്ന് ആരംഭിക്കും. ആദ്യ ദിനത്തിലെത്തിയ തീർത്ഥാടകരാകും പ്രഥമ സംഘത്തിലുണ്ടാവുക. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ മദീനയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 8 ദിവസത്തെ മദീന സന്ദർശനത്തിന് ശേഷമാണ് ഇവർ മക്കയിലേക്ക് പുറപ്പെടുന്നത്. ഇതുവരെ 16,725 തീർത്ഥാടകർ ഇന്ത്യയിൽ നിന്ന് മദീനയിലെത്തിയിട്ടുണ്ട്. ന്യൂഡൽഹി, ലക്നൌ, കൊൽക്കത്ത, മംഗളൂരു, ശ്രീനഗർ, ഗയ, വാരാണസി, ഗുവാഹത്തി എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് എത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പേർ എത്തിയത് കൊൽക്കത്തയിൽ നിന്നാണ്, 3,596 പേർ. ലക്നൌവിൽ നിന്ന് 3,498 പേരും ഡൽഹിയിൽ നിന്ന് 3,394 പേരും എത്തി. 529 ഹാജിമാരുമായി ഗുവാഹത്തിയാണ് ഏറ്റവും പിന്നിൽ. ഇവരിൽ 2 പേർ മരിച്ചു. ഇതിനകം ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ 1,278 ചികിത്സാ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 620 പേർക്ക് മൊബൈൽ ടീമിന്റെ സഹായവും ലഭ്യമാക്കി. 57 പേർ ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഹജ്ജ് സീസൺ അടുത്തതോടെ ഹറമിൽ നടന്നുവരുന്ന മുഴുവൻ നിർമ്മാണ ജോലികളും സെപ്റ്റംബർ 9 മുതൽ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഇരു ഹറം കാര്യാലയ പദ്ധതി വിഭാഗം മേധാവി എഞ്ചിനീയർ സുൽത്താൻ അൽ ഖുറൈശി വ്യക്തമാക്കി. മുഹറം മാസത്തിൽ പ്രവൃത്തികൾ പുനരാരംഭിച്ച ശേഷം 3 പ്രധാന കവാടങ്ങളുടെയും മിനാരങ്ങളുടെയും അവശേഷിക്കുന്ന ജോലികൾ പൂർത്തിയാക്കും. 3ാം ഘട്ട മതാഫ് വികസനത്തിന്റെ അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയായി വരികയാണ്. ഹജ്ജ് വേളയിൽ മതാഫിലെ മുഴുവൻ നിലകളും ഉപയോഗപ്പെടുത്താനാകും. വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് മതാഫിലെ മുഴുവൻ കെട്ടിടഭാഗങ്ങളും സജ്ജമാകുന്നത്. ഇതോടെ തീർത്ഥാടകർക്ക് തിരക്കില്ലാതെ തവാഫ് ചെയ്യാനാകും. 4 നിലകളിലുള്ള പുതിയ മതാഫിൽ മണിക്കൂറിൽ 1,07,000 പേർക്ക് പ്രദക്ഷിണം നടത്താം. പുറത്ത് മുറ്റങ്ങളുടെ ഒരുക്കങ്ങളും ഉടനെ പൂർത്തിയാകും. 3ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായ ഭാഗങ്ങളും തീർത്ഥാടകർക്ക് തുറന്നുകൊടുക്കുമെന്ന് ഖുറൈശി അറിയിച്ചു. ആഭ്യന്തര ഹജ്ജ് കമ്പനികൾക്ക് കീഴിലെ പ്രബോധകർ ഇസ്ലാമിക ബോധവൽക്കരണ അതോറിറ്റിയിൽ നിന്ന് അനുമതി പത്രം നേടിയവരായിരിക്കണമെന്ന് ഹജ്ജ് മന്ത്രാലയം വ്യക്തമാക്കി. തമ്പുകളിൽ തീർത്ഥാടകരെ ബോധവൽക്കരിക്കാൻ അതോറിറ്റിയുടെ അനുമതി ലഭിച്ചവരുടെ സഹായം തേടാൻ ഹജ്ജ് മന്ത്രാലയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുമതി പത്രമില്ലാത്തവരെ പ്രബോധകരായി തമ്പുകളിൽ നിയോഗിക്കരുതെന്നും ഈ രംഗത്ത് നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ കമ്പനികൾക്കെതിരെ ശിക്ഷാ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർ സെപ്റ്റംബർ 2 കൊച്ചിയിൽ നിന്ന് ജിദ്ദയിൽ എത്തിച്ചേരും. രൂപയുടെ വിലയിടിവ് ആഘോഷമാക്കി പ്രവാസികൾ. വിശദമായ റിപ്പോർട്ടിലേക്ക്. പ്രിയപ്പെട്ട ഇന്ത്യൻ രൂപയ്ക്ക് 18 തികഞ്ഞ് പ്രായപൂർത്തിയായ കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം UAE, ഖത്തർ പ്രവാസികൾക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട വാട്സാപ്പ് സന്ദേശമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം കൊണ്ട് പ്രവാസികൾക്ക് ഒരു ഗുണവുമുണ്ടായിട്ടില്ലെന്ന് പറയരുതെന്നും രൂപയുടെ വിലയിടിച്ച് ഫലത്തിൽ ശമ്പളം കൂട്ടിത്തന്നില്ലേ എന്നൊരു തമാശ കൂടി ഇതിനൊപ്പം പ്രചരിക്കുന്നുണ്ട്. രൂപ ഇങ്ങനെ താഴോട്ടു പോകുന്നത് ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് തിരിച്ചടിയാണെങ്കിലും ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾ ആഹ്ലാദത്തിലാണ്. മാസാവസാനമായതിനാൽ മാറാനും നാട്ടിലേക്ക് അയക്കാനും കറൻസി കയ്യിലില്ല എന്നതാണ് പലരുടെയും വിഷമം. പരമാവധി ചെലവ് ചുരുക്കി പണം കഴിയുന്നത്ര മാറിവെക്കുകയാണ് പ്രവാസികൾ. കഴിഞ്ഞ ആഴ്ചയിലെ ഇടിവിൽ ഇതാണ് മികച്ച നിരക്ക് എന്ന് കരുതി പലരും ഉള്ള പണമെല്ലാം അയച്ചപ്പോഴാണ് പിന്നെയും താഴോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ശമ്പളക്കാർ 1-ാം തീയതി വരെ ഈ ഇടിവ് തുടരണമെന്ന പ്രാർത്ഥനയിലാണ്. സ്വർണത്തിന്റെ ഇടിഞ്ഞ വില ശക്തമായി തിരിച്ചുകയറിയതും പലർക്കും അനുഗ്രഹമായി. കഴിഞ്ഞ ആഴ്ചകളിൽ സ്വർണവില കൂപ്പുകുത്തിയപ്പോൾ വാങ്ങിയവർക്ക് ഇപ്പോൾ ഉയർന്ന വിലക്ക് അത് വിറ്റ് മികച്ച നിരക്കിൽ രൂപയാക്കാനും സാധിച്ചതോടെ ഇരട്ട സൗഭാഗ്യമാണ് ലഭിച്ചത്.
രണ്ടാഴ്ച മുമ്പ് വരെ UAE ദിർഹത്തിന് 17.35 രൂപയായിരുന്നു ലഭിച്ചതെങ്കിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അത് 18 കടന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവാണ് രൂപ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2013 സെപ്റ്റംബറിലാണ് രൂപയുടെ ഏറ്റവും വലിയ വിലയിടിവ് രേഖപ്പെടുത്തിയത്. അന്ന് ഒരു UAE ദിർഹത്തിന് 18.55 രൂപ ലഭിക്കുമായിരുന്നു. 1000 രൂപ നാട്ടിലെത്തിക്കാൻ 53.90 ദിർഹം മതിയായിരുന്നു. പിന്നീട് റിസർവ് ബാങ്കിന്റെ ഇടപെടലിനെ തുടർന്ന് രൂപ നില മെച്ചപ്പെടുത്തി സ്ഥിരത കൈവരിച്ചിരുന്നു. ഇതിനിടയിൽ ആഗോള വിപണിയിലെ എണ്ണ വിലയിടിവും ഡോളർ ശക്തി പ്രാപിച്ചതും കാരണം രൂപ താഴോട്ടു പോകാൻ തുടങ്ങി. ചൈന അവരുടെ കറൻസിയായ യുവാന്റെ വില കുറച്ചതാണ് പുതിയ ഇടിവിന് കാരണമായി പറയുന്നത്. എണ്ണ വിലയിടിവും ഡോളർ ശക്തി പ്രാപിക്കുന്നതും മൂന്നാം ലോക കറൻസികൾക്ക് കാരണത്തടിയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. ധർമ്മപ്പടവരവായി വിപ്ലവഭൂമികളിൽ വിജയപ്രഘോഷമായി നേരിൻ പാതയിൽ ധീരം പോരിൻ ജ്വാല പടർത്താം. നേരിൻ പാതയിൽ ധീരം പോരിൻ ജ്വാല പടർത്താം. സമരധ്വജങ്ങളുമായി ധർമ്മപ്പടവരവായി വിപ്ലവഭൂമികളിൽ വിജയപ്രഘോഷമായി തിളച്ച തീയിൽ മുളച്ചു പൊങ്ങി ഇലച്ച പ്രസ്ഥാനം ക്ഷയിച്ചിടാത്ത ചിത്തബലത്താൽ ജയിച്ചൊരഭിമാനം. തിളച്ച തീയിൽ മുളച്ചു പൊങ്ങി ഇലച്ച പ്രസ്ഥാനം ആവേശത്തോടെ നാം കാത്തിരുന്ന ആ സുദിനം വന്നെത്തി. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RCC മെഡിക്കൽ കോളേജ്, ശ്രീചിത്ര ഹോസ്പിറ്റലുകൾക്ക് സമീപം നിർധനരും നിരാലംബരുമായ രോഗികൾക്ക് ആശ്രയമായി SYS സാന്ത്വനം സെന്റർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. ഈ മാസം 26 ബുധൻ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഹാളിൽ ആദരണീയരായ അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഖബറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ അഭിവന്ദ്യരായ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുന്നു. ഈ അനുഗ്രഹീത വേദിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്. സമരധ്വജങ്ങളുമായി ധർമ്മപ്പടവരവായി വിപ്ലവഭൂമികളിൽ വിജയപ്രഘോഷമായി മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനും സ്നേഹവും സാഹോദര്യവും നിലനിർത്താനും മതബോധിക സമന്വയം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂവെന്ന് ജാമിയ സഅദിയ അറബിയ പ്രസിഡന്റ് സയ്യിദ് KS ആറ്റക്കോയ കുമ്പോൾ പ്രസ്താവിച്ചു. എല്ലാ മതങ്ങളും സൌഹാർദ്ദവും സ്നേഹവുമാണ് പഠിപ്പിക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ മനുഷ്യർ തയ്യാറാകണമെന്നും ഇതിന് വിദ്യാർത്ഥി തലമുറയ്ക്ക് ഇരുവിദ്യാഭ്യാസവും അനിവാര്യമാണെന്നും കുമ്പോൾ തങ്ങൾ പറഞ്ഞു. ഡൽഹി ജാമിയ സഅദിയ അറബിയ 46ാം വാർഷിക സന്നദ്ധദാന സമ്മേളനത്തിന്റെയും താജുൽ ഉലമ നൂറുൽ ഉലമ ആണ്ട് നേർച്ചയുടെയും നടത്തിപ്പിനുള്ള സ്വാഗത സംഘം രൂപവൽക്കരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലിക്കുഞ്ഞു മുസ്ലിയാർ ഷെറിയ പ്രാർത്ഥന നടത്തി. AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഫളൽ കോയമത്തങ്ങൾ കൂറ ആത്മീയ പ്രഭാഷണം നടത്തി. ചരിത്രപ്രസിദ്ധമായ കുറ്റിച്ചിറ ജിഫ്രി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജിഫ്രി റളിയല്ലാഹു അൻഹു തങ്ങളുടെ 214ാമത് ഉറൂസ് മുബാറക്കിന് തുടക്കമായി. ഇന്നലെ രാവിലെ മക്കാമിൽ ഖത്മുൽ ഖുർആൻ പാരായണം തുടങ്ങി. രാത്രി സമസ്ത സെക്രട്ടറി AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം പ്രഭാഷണം നടത്തി. ഇന്ന് വണ്ണക്കോട് അബൂബക്കർ സഖാഫി പ്രഭാഷണം നടത്തും. നാളെ മഗ്‌രിബിനു ശേഷം നടക്കുന്ന ഖത്മുൽ ഖുർആൻ ദുആ മജ്ലിസിന് മർകസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ നേതൃത്വം നൽകും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. പ്രമുഖ പണ്ഡിതരും സയ്യിദന്മാരും പരിപാടിയിൽ സംബന്ധിക്കും. കാരന്തൂർ മർക്കസിന്റെ നേതൃത്വത്തിൽ മുക്കം KMCT മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗവും യുനാനി മെഡിക്കൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹൃദയ സംഗമം 2015 സൌജന്യ ഹൃദയ ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കും. ഈ ക്യാമ്പിൽ ശസ്ത്രക്രിയയോ തുടർ ചികിത്സയോ നിർദ്ദേശിക്കപ്പെടുന്ന രോഗികൾക്ക് KMCT മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഇളവ് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് മർക്കസ് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. സാഹിത്യോത്സവ വിശേഷങ്ങൾ. പാ
പാരിത പൂവി തൊയ്ബാപ്പുകിന്തെല്ലാം ഹബീബുള്ള ഫലിലൊക്കെ തീരു മുമ്പിൽ അണഞ്ഞ് ചേരെ മുത്തഹമ്മദ് നബി ബൈത്തിൽ ഇരുന്ന് പിൻ ചിറപ്പെട്ടോർകളെയും കൊണ്ടാടി സർഗവസന്തത്തിന്റെ വിരുന്നൊരുക്കുന്ന SSF സംസ്ഥാന സാഹിത്യോത്സവിനെ വരവേൽക്കാൻ കുന്നമംഗലം ഡിവിഷൻ ഒരുങ്ങി. ആതിഥേയ ഡിവിഷനിൽ പ്രതിഭകളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കമാനങ്ങളും ബോർഡുകളും ഇതിനകം ഉയർന്നു കഴിഞ്ഞു. സാഹിത്യോത്സവ് വിളംബരം ചെയ്ത് യൂണിറ്റുകളിൽ ബോർഡുകളും കൊടിത്തോരണങ്ങളും ഉയർന്നു. വീടുകളിൽ സന്ദേശമെത്തിക്കുന്ന സപ്ലിമെന്റ് വിതരണവും പള്ളികളിൽ സന്ദേശ പ്രഭാഷണവും കഴിഞ്ഞ ദിവസം നടന്നു. സാഹിത്യോത്സവ് പ്രചാരണ സമിതി ആവിഷ്കരിച്ച സർഗസഞ്ചാരത്തിലേക്ക് ഡിവിഷനിലെ 8 കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാഭ്യാസ രാഷ്ട്രീയ പ്രവർത്തകരും സാഹിത്യോത്സവ പ്രതിഭകളും പങ്കെടുത്ത സ്വീകരണങ്ങൾ ശ്രദ്ധേയമായി. യൂണിറ്റുകളിൽ പ്രചാരണ പ്രകടനങ്ങൾ, പ്രഭാതവേദികൾ, സെക്ടറുകളിൽ നാടുണർത്തൽ, ബൈക്ക് റാലി, പ്രവർത്തക കൺവെൻഷനുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നുവരികയാണ്. ആതിഥേയ സെക്ടറായ കാരന്തൂരും ഡിവിഷൻ കമ്മിറ്റിയും സംയുക്തമായി പ്രതിഭകളെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബുധനാഴ്ച ഡിവിഷൻ പരിധിയിലെ മാവൂർ വിദ്യാനഗറിൽ നിന്ന് സാഹിത്യോത്സവ നഗരിയിലേക്കുള്ള പതാക പ്രയാണം വിജയിപ്പിക്കുന്നതിനായി ആവശ്യമായ പദ്ധതികൾക്ക് കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃസംഗമത്തിൽ രൂപം നൽകി. വ്യാഴാഴ്ച നടക്കുന്ന ആത്മീയ സമ്മേളനവും വെള്ളിയാഴ്ച 2 മണിക്ക് നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയും വിജയിപ്പിക്കാൻ യോഗത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഷെരീഫ് സഖാഫി താത്തൂരിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് സമദ് സഖാഫി മായനാട് ഉദ്ഘാടനം ചെയ്തു. MP ഷിഹാബുദ്ദീൻ സഖാഫി മലയമ്മ, ഇബ്രാഹിം സഖാഫി താത്തൂർ, അഹമ്മദ് ഖാസിം ചെറുവാടി സംസാരിച്ചു. മർക്കസിൽ നടക്കുന്ന SSF സംസ്ഥാന സാഹിത്യോത്സവിന്റെ പ്രചാരണ ഭാഗമായി സംഘടിപ്പിച്ച സർഗസഞ്ചാരത്തിന് നാദാപുരം ഡിവിഷനിലെ 6 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വിവിധ കേന്ദ്രങ്ങളിൽ ലത്തീഫ് സഖാഫി പേരോട്, മുഹമ്മദ് ഫാദിലി ചോലമുക്ക്, മുഹമ്മദ് തൂണേരി തുടങ്ങി പ്രമുഖർ നേതൃത്വം നൽകി. സപ്തഭാഷകൾ സംഗമം തീർക്കുന്ന തുളുനാടൻ ഇശൽമണ്ണിന് ധാർമ്മിക കലയുടെ പുതിയ ഈണവും താളവും പകർന്ന് 22ാമത് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവിന് ആവേശോജ്ജല സമാപനം. മാപ്പിള കലകളുടെ പാരമ്പര്യ തനിമയും സാംസ്കാരിക സാമ്രാജ്യത്വത്തിനെതിരെ ധാർമ്മിക രോഷവും ജ്വലിക്കുന്ന നാക്കും തൂലികയുമായി കൊച്ചു പ്രതിഭകൾ സദസ്സിനെ കൈയിലെടുത്തു. ജില്ലയിലെ 6 ഡിവിഷനുകളിൽ നിന്നായി 1000-ഓളം മത്സരാർത്ഥികളാണ് 2 ദിനങ്ങളിലായി നടന്ന ധാർമ്മിക കലാമാമാങ്കത്തിനായി കുമ്പള ശാന്തിപ്പള്ളയിൽ സംഗമിച്ചിരുന്നത്. മത്സരത്തിൽ കാസർകോട് ഡിവിഷൻ തുടർച്ചയായി 5ാമതും 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഉദുമ ഡിവിഷൻ 2ഉം ബദിയടുക്ക ഡിവിഷൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കാസർകോട് ഡിവിഷനിലെ അമാൻ കുന്നിൽ കലാപ്രതിഭയായി. സമാപന സംഗമം SSF ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ സമസ്ത ഉപാധ്യക്ഷൻ താജുശരിയ M ആലിക്കുഞ്ഞു മുസ്ലിയർ ഷിറിയ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അൽഹദൽ കണ്ണവം പ്രാർത്ഥന നടത്തി. ഹബീബുൽ അഹദൽ തങ്ങൾ, സയ്യിദ് അബ്ദുൽ അസീസ് തങ്ങൾ ഹൈദ്രൂസി, റഫീഖ് സൈദി ദേലമ്പാടി, സുലൈമാൻ കരിവള്ളൂർ, അബ്ദുൽ ഖാദർ സൈദി കൊല്ലമ്പാടി, BS അബ്ദുള്ള കുഞ്ഞി ഫൈസി തുടങ്ങി പ്രമുഖർ സംസാരിച്ചു. 10 വേദികളിലായി 102 ഇനങ്ങളിൽ 1000-ഓളം പേരാണ് മാറ്റുരച്ചത്. വരുന്ന 28-29 കോഴിക്കോട് മർക്കസിൽ നടക്കുന്ന സംസ്ഥാന സാഹിത്യോത്സവോടെ ഈ വർഷത്തെ സാഹിത്യോത്സവ പ്രവർത്തനങ്ങൾക്ക് സമാപനം കുറിക്കും. SSF പാലക്കാട് ജില്ലാ സാഹിത്യോത്സവിൽ 494 പോയിന്റ് നേടി മണ്ണാർക്കാട് ഡിവിഷൻ 1ാം സ്ഥാനം നേടി. 466 പോയിന്റ് നേടി കൊപ്പം ഡിവിഷൻ 2ാം സ്ഥാനവും 423 പോയിന്റ് നേടി ഒറ്റപ്പാലം ഡിവിഷൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം SYS സംസ്ഥാന ഉപാധ്യക്ഷൻ മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. ഉമർ ഓങ്ങലൂർ, യക്കൂബ് പലിപ്പുറം, PC അഷ്റഫ് അരിയൂർ തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. ആസ്വാദക ഹൃദയങ്ങളിൽ കലയുടെ വർണ്ണപ്പകിട്ട് തീർത്ത് ധാർമ്മിക വിദ്യാർത്ഥി സംഘത്തിന്റെ കലാമാമാങ്കത്തിന് തിരശ്ശീല. 3 ദിവസമായി പുത്തനത്താണിയിൽ നടന്ന SSF മലപ്പുറം ജില്ലാ സാഹിത്യോത്സവ് സമാപിച്ചു. 14 ഡിവിഷനുകൾ തമ്മിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ തിരൂരങ്ങാടി ഡിവിഷൻ കിരീടം ചൂടി. മഞ്ചേരി ഡിവിഷൻ 2ാമതെത്തി. കൊണ്ടോട്ടി ഡിവിഷനാണ് 3ാം സ്ഥാനം. 14 ഡിവിഷനുകളിൽ നിന്നായി 2500 പ്രതിഭകളാണ് സാഹിത്യോത്സവിൽ മാറ്റുരച്ചത്. 7 വിഭാഗങ്ങളിലായി 12 വേദികളിൽ 104 മത്സരങ്ങൾ നടന്നു. ക്യാമ്പസ് വിഭാഗത്തിൽ തിരൂരങ്ങാടി PSMO കോളേജ് 1ാമതെത്തി. മലപ്പുറം ഗവൺമെന്റ് കോളേജ് 2ാം സ്ഥാനവും പ്രിയദർശിനി കോളേജ് 3ാം സ്ഥാനവും നേടി. മലപ്പുറം ഡിവിഷനിലെ മുഹമ്മദ് മുബഷീർ ജില്ലാ സാഹിത്യോത്സവിലെ കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹൈസ്കൂൾ വിഭാഗം ഖിറാഅത്ത്, മാപ്പിളപ്പാട്ട്, മദ്ഹ് ഗാനം എന്നീ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടി. തിരൂരങ്ങാടി, അരീക്കോട് എന്നിവിടങ്ങളിലാണ് അടുത്ത വർഷത്തെ ജില്ലാ സാഹിത്യോത്സവ് നടക്കുന്നത്.
സമാപന സമ്മേളനം SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി മുഖ്യാതിഥിയായിരുന്നു. SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി M. അബ്ദുൽ മജീദ് പ്രഭാഷണം നടത്തി. റിസാല മാനേജിംഗ് എഡിറ്റർ S. ഷറഫുദ്ദീൻ അനുമോദന പ്രഭാഷണം നടത്തി. മാളിയേക്കൽ സുലൈമാൻ സഖാഫി, A. മുഹമ്മദ് പറവൂർ, VPM ബഷീർ പാറവന്നൂർ തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. തൊട്ടതെല്ലാം പൊന്നാക്കി ബായിസ്, മത്സരിച്ച ഇനങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനവുമായി MK അബ്ദുൽ ബായിസ്. മഞ്ചേരി ഡിവിഷനിൽ നിന്നുള്ള വിദ്യാർത്ഥി ജൂനിയർ വിഭാഗം മാപ്പിളപ്പാട്ട്, അറബിഗാനം എന്നീ വ്യക്തിഗത ഇനങ്ങളിലും സാഹിത്യോത്സവിൽ ഈ വർഷം ഉൾപ്പെടുത്തിയ ഖവാലി, സംഘഗാനം കാറ്റഗറി B എന്നീ ഇനങ്ങളിലുമാണ് മത്സരിച്ചത്. ഇവയിലെല്ലാം A ഗ്രേഡോടെ ഒന്നാം സ്ഥാനവുമായാണ് സംസ്ഥാനതലത്തിൽ മത്സരിക്കാൻ കോഴിക്കോട്ടേക്ക് പുറപ്പെടാനൊരുങ്ങുന്നത്. മാപ്പിളപ്പാട്ടിൽ മൊയിൻകുട്ടി വൈദ്യരുടെ രചനയ്ക്കാണ് ശബ്ദം നൽകിയത്. തുടർച്ചയായി 3-ാം തവണയാണ് മാപ്പിളപ്പാട്ടിൽ ജില്ലയിൽ ഒന്നാമനാകുന്നത്. കഴിഞ്ഞ വർഷം സംസ്ഥാനതലത്തിൽ 1-ാം സ്ഥാനം നേടി. പന്തല്ലൂർ GUP ആൻഡ് AUP സ്കൂൾ 6-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അബ്ദുൽ ലത്തീഫ് ബുഷിറ ദമ്പതികളുടെ മകനാണ്. കണ്ണിനും കാതിനും നവ്യാനുഭവമേകി SSF സാഹിത്യോത്സവിലെ പുതിയതായി ഉൾപ്പെടുത്തിയ ഖവാലി മത്സരം ശ്രദ്ധേയമായി. പ്രവാചകന്മാരെയും മഹാന്മാരെയും പ്രകീർത്തിച്ച് പാടുന്ന സൂഫി സംഗീതമാണ് ഖവാലി. പുത്തനത്താണിയിൽ 2-ാം ദിവസം നടന്ന ഖവാലി മത്സരം കാണാൻ വേദി 2-ൽ രാത്രി 11 മണിക്കും ശ്രോതാക്കളുടെ വൻ തിരക്കായിരുന്നു. ദഫ്മുട്ടിന് അകമ്പടിയോടെയായിരുന്നു മത്സരം. പ്രവാചകന്മാരുടെയും അജ്മീർ ഖാജ, മൊഹീദ്ദീൻ ചിശ്തി എന്നീ മഹാന്മാരുടെയും പ്രകീർത്തനങ്ങളായിരുന്നു അവതരിപ്പിച്ചത്. സാഹിത്യോത്സവ മത്സരത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഖവാലി മത്സരം നവ്യാനുഭവമുണ്ടാക്കിയെന്നും നല്ല നിലവാരം പുലർത്തിയെന്നും മത്സരം വിധി നിർണയിച്ച PM ഇബ്രാഹിംകുട്ടി മാസ്റ്റർ കൊടുമുടി, മുഹമ്മദ് പറവൂർ എന്നിവർ അഭിപ്രായപ്പെട്ടു. കഥകൾ ഉറങ്ങുന്ന കടവത്തൂരിൽ ധർമ്മപടയണി തീർത്ത ക്യാൻവാസിൽ വരഞ്ഞും ചായങ്ങൾ തേച്ചും പാടിയും പറഞ്ഞും കലകളോട് സംവദിച്ചും 2 നാൾ നാടിന്റെ ഉത്സവമാക്കിയ SSF കണ്ണൂർ ജില്ലാ സാഹിത്യോത്സവിന് പ്രൌഢമായ സമാപനം. ജില്ലയിലെ 9 ഡിവിഷനുകളിൽ നിന്നെത്തിയ 1500ഓളം പ്രതിഭകളാണ് സാഹിത്യോത്സവിൽ മാറ്റുരച്ചത്. 9 വേദികളിൽ നടന്ന വീറും വാശിയുമുള്ള മത്സരങ്ങളിൽ പോയിന്റുകൾ മാറിമറിഞ്ഞപ്പോൾ സദസ്സുകളിൽ ആകാംക്ഷയുടെ നിമിഷങ്ങളായി മാറി. അവസാനം 534 പോയിന്റുമായി തളിപ്പറമ്പ് ഡിവിഷൻ വീണ്ടും കലാകിരീടം ചൂടി. കഴിഞ്ഞ വർഷവും തളിപ്പറമ്പായിരുന്നു വിജയികളായത്. ആതിഥേയ ഡിവിഷനായ പാനൂർ 2-ാം സ്ഥാനം നേടി 454 പോയിന്റ്. മാടായി ഡിവിഷനാണ് 3-ാം സ്ഥാനം 434 പോയിന്റ്. പാനൂരിലെ KV ആദിലിനെ കലാപ്രതിഭയായി തിരഞ്ഞെടുത്തു. സ്വാഗത സംഘം ചെയർമാൻ N. അഷ്റഫ് സഖാഫിയുടെ അധ്യക്ഷതയിൽ കൃഷിമന്ത്രി KP മോഹനൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SYS ജില്ലാ പ്രസിഡന്റ് N. അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശി അനുമോദന പ്രസംഗം നടത്തി. വിജയികൾക്ക് KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം ട്രോഫി നൽകി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ, SSF സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഷീദ് മാസ്റ്റർ നരിക്കോട്, റഫീഖ് അമാനി തട്ടുമ്മൽ തുടങ്ങി പ്രമുഖർ പ്രസംഗിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടൽക്കൊലക്കേസിൽ ഇന്ത്യക്ക് തിരിച്ചടി, കേസിന്റെ ഇന്ത്യയിലെ വിചാരണ നിർത്തിവെക്കണമെന്ന് UN. രൂപയുടെ വിലയിടിവ് ആഘോഷമാക്കി പ്രവാസികൾ. ഹജ്ജ് നിർവഹിക്കാനെത്തിയ ഇന്ത്യൻ തീർത്ഥാടകരുടെ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള യാത്ര ഇന്ന് ആരംഭിക്കും. സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് സമൂഹം കരുത്താർജിക്കണം, കുമ്പോൾ തങ്ങൾ. SSF സംസ്ഥാന സാഹിത്യോത്സവിനെ വരവേൽക്കാൻ കുന്നമംഗലം ഡിവിഷൻ ഒരുങ്ങി. സർഗവസന്തങ്ങൾ തീർത്ത് ജില്ലാ സാഹിത്യോത്സവങ്ങൾക്ക് സമാപനം. മർക്കസും മുക്കം KMCT മെഡിക്കൽ കോളേജും യുനാനി മെഡിക്കൽ കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹൃദയ ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് നാളെ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.